സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതി മീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതി മീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. നാമത്തിൽ വന്നവനാ ദാവീദാത്മജനോശാന. കർത്താവിൻ നാമത്തിൽ വന്നവനാ ദാവീദാത്മജനോശാന. ഇനിയും വരുവോനനുഗ്രഹീതൻ ഉന്നത വീഥിയിലോശാന. ഇനിയും വരുവോനനുഗ്രഹീതൻ ഉന്നത വീഥിയിലോശാന.
നീലാകാശവും മാമല നിരയും പാലൊളി വിതറും ചന്ദ്രികയും നീലാകാശവും മാമല നിരയും പാലൊളി വിതറും ചന്ദ്രികയും തീരവും തിരകളും താരഗണവും പാടുന്നു ദൈവം പരിശുദ്ധൻ. തീരവും തിരകളും താരഗണവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. വിശുദ്ധ കുരിശിലെ എല്ലാ തിന്മകളിൽ ഞങ്ങളെ മോചിക്കണമേ. വിശുദ്ധ കുരിശിലെ എല്ലാ അപകടങ്ങളിൽ നിങ്ങൾ പെട്ടെന്നുള്ള മരണത്തിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങൾക്ക് നിത്യജീവൻ നൽകണമേ. കുരിശിനായ സഹായക്കാരനായ ഈശോയെ ഇപ്പോഴെപ്പോഴും ഉടമയെ കരുണയായിരിക്കണമേ. നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കർത്താവ് മിശിഹായുടെ തിരുരക്തത്തിന്റെയും മരണത്തിന്റെയും ഉയർപ്പിന്റെയും സ്വർഗ്ഗാരോഹണത്തിന്റെയും വിശുദ്ധ ബഹുമാനത്തിനായി യേശു ക്രിസ്തു ജനിച്ചെന്നും ദുഃഖവെള്ളിയാഴ്ച കുറിച്ച് തൂങ്ങി മരിച്ചെന്നും നിൽക്കുന്ന വിശ്വസിപ്പ് കർത്താവിന് തിരുശരീരം കുറിച്ച് നൽകി സംസ്കരിച്ചെന്നും അവിടുന്ന് സ്വർഗ്ഗാരോഹണനായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവായ യേശുവേ ഞങ്ങളിൽ കനിയണമേ. പരിശുദ്ധ അമ്മേ വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭയം കൂടാതെ കുറിച്ചിൽ വഹിക്കുവാനുള്ള ശക്തി കർത്താവായ യേശുവേ കുറിച്ചിൻ സഹനത്തോട് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേനെ ഗമിക്കുവാനുള്ള കൃപാവ് ഞങ്ങൾക്ക് നൽകണമേ. ആമേ. അമ്മയോട് നയിക്കുന്ന അൻപിടി നിറവേറ്റും ഞങ്ങളെ. യേശുവെ നന്ദി. യേശുവെ സ്വത്രം ഈശോയുടെ തീവ്രതയമ്മ ഞങ്ങളുടെ വഴി അലിയുണ്ടാണമേ. ഹൃദയശാന്തതി വലിയമുള്ള ഈശോ ഞങ്ങളുടെ ഹൃദയം ഭംഗി തീവ്രതാക്കിയതാണ്. പരിശുദ്ധ ആലയത്തിൽ ബലിപീഠം സാക്ഷിയാ നിൻ സുതരിൽ നമ്രശിരസിൽ മുദ്ര നൽകും സംഗമം. മഹാസംഗമം കിരീട മഹാധാരണം യഹോവയിൻ കനിവിൽ അരുളാം കൃപാമംഗളം. മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ മംഗളം നേർന്നിടാ. നിന്നായുസിൻ നാളിലെന്നുമേ സഖിയാകുവാൻ വന്ന ഭാഗ്യമേ നിന്നായുസിൻ.
തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിലണയാം ദിവ്യബലിക്കായി, നാഥന്റെ സ്നേഹബലിക്കായി. തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിലണയാം ദിവ്യബലിക്കായി, നാഥന്റെ സ്നേഹബലിക്കായി. ണയും ഞങ്ങളെ അങ്ങേത എന്നെന്നും മാറ്റേണമേ. ഈ തിരുവേദിയിലണയും ഞങ്ങളെ അങ്ങേത എന്നെന്നും മാറ്റേണമേ. തിരുമുൻപിലുയരുമി പരിമള ധൂപം പോൽ പരിശുദ്ധരായെന്നും മാറ്റേണമേ. തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിലണയാം ദിവ്യബലിക്കായി, നാഥന്റെ സ്നേഹബലിക്കായി. നാളമായി നിൻ മുൻപിൽ തെളിയാൻ കൃപതൻ എണ്ണ നിറയ്ക്കേണമേ. എരിയുമി നാളമായി നിൻ മുൻപിൽ തെളിയാൻ കൃപതൻ എണ്ണ നിറയ്ക്കേണമേ. ഈ ധന്യ നിമിഷത്തിൽ മാലാഖമാരുത്ത് ആരാധനാഗീതം പാടിടുന്നു. തിരികൾ തെളിഞ്ഞു മണികൾ മുഴങ്ങി അൾത്താര പൂർണ്ണമായൊരുങ്ങി. ഒരു മനമോടെ ഈ തിരുവേദിയിലണയാം ദിവ്യബലിക്കായി, നാഥന്റെ സ്നേഹബലിക്കായി. തിരികൾ തെളിഞ്ഞു മണികൾ കണ്ണുകളടച്ച് ഇരു കരങ്ങളും നമ്മളുടെ പ്രിയപ്പെട്ട മക്കളുടെ ശിരസിൽ വെച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹിതരായി എന്നും ജീവിക്കുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് മാതാപിതാക്കൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. വിവാഹമെന്ന കൂദാശയിലൂടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഞങ്ങളെ വിളിക്കുകയും അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്തതിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അങ്ങ് ദാനമായി നൽകിയ ഈ മക്കളെ ഇന്നേ ദിവസം അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ ആദ്യമായി സ്വീകരിക്കുവാനും സ്ഥൈര്യമെന്ന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനുമായി ഇവരെ അങ്ങയുടെ തിരുവട്ടാരയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങയുടെ ശരീരവും രക്തവും സ്വീകരിച്ച് ദൈവിക ജീവനിൽ വളരുവാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തി പ്രാപിക്കുവാനും കൃപ നൽകണമേ. ആമേൻ. മാമോദീസായുടെ ദൈവമക്കളായി തീർന്ന് വിശ്വാസം, ശരണം, ഉപവി എന്നീ ദൈവിക പുണ്യങ്ങളിലൂടെ ദൈവസ്നേഹത്തിലേക്ക് വളർന്ന ഈ കുഞ്ഞുമക്കൾ വിശുദ്ധിയിലും നന്മയിലും എന്നും നിലനിൽക്കുവാൻ തങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ സന്തോഷത്തോടെയും ഹൃദയം നിറഞ്ഞ നന്ദിയോടെയും
സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി ഈ ദിവസത്തെ അങ്ങ് മാറ്റണമേ. കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് ജന്മം നൽകുകയും ദൈവവിശ്വാസത്തിൽ വളർത്തുകയും ഇന്ന് കയ്യെഴുത്തിലൂടെ ഞങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ അങ്ങ് അനുഗ്രഹിക്കണമേ. എന്റെ ഈശോയെ, എന്നെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പാപമോചനത്തിലൂടെ മലക്കന്മാരെ പോലെ എത്തുന്ന ഞങ്ങളെ നിന്റെ മുൻപിൽ ഒരു റോസാപ്പൂ പോലെ സമർപ്പിക്കുന്നു. ആബേലിന്റെയും അബ്രാഹത്തിന്റെയും ബലിയർപ്പണം പോലെയും പരിശുദ്ധ അമ്മയുടെ ആത്മസമർപ്പണം പോലെയും ഞങ്ങളെ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. കാരുണ്യപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കൈകളിലുള്ള ദീപകാഴ്ചകൾ അമ്മയുടെ കാൽപാദത്തിൽ സമർപ്പിക്കുന്നു. അർപ്പണം അർപ്പണം ആത്മാർപ്പണം ഈശ്വരേ മുൻപിൽ ഹൃദയാർപ്പണം അർപ്പണം പോലെ അബ്രാഹമങ്ങു ചെയ്തോരർപ്പണം നൽകിയിരിക്കുവാൻ പോവുകയാണ്. അനുദിന ജീവിതത്തിലെ വിശ്വാസത്തിന്റെ പാതയിൽ ഇവരുടെ ജീവിതങ്ങളെ പടുത്തുയർത്തുവാൻ കൃപ കൊടുക്കണമേ എന്ന് തീവ്രമായ ആഗ്രഹത്തോടെ നമുക്കൊന്നും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് സ്വീകരിച്ച് ആശീർവദിക്കട്ടെ എന്ന് നാം ചെയ്യുന്നു. അവരോടൊപ്പം ഇരിക്കുന്ന മാതാപിതാക്കളും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഈ ഇടവക സമൂഹം മുഴുവനും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. മാമോദീസായി കൊണ്ടുവന്ന നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ തലതൊട്ടവരുമാണ് നിങ്ങൾക്ക് വേണ്ടി ആ വിശ്വാസം അന്ന് ഏറ്റുപറഞ്ഞത്. ഇന്നിപ്പോൾ നിങ്ങൾ തിരിച്ചറിവിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ തന്നെ ഏറ്റുപറയുന്നു. ദൈവത്തിലുള്ള വിശ്വാസം, സഭയിലുള്ള വിശ്വാസം, ഉദാസകളിലുള്ള വിശ്വാസം, സഭയുടെ പ്രബോധനങ്ങളിലുള്ള വിശ്വാസം, അതിൻ്റെ ഏറ്റവും പ്രകടമായ ഭാഗമാണ് വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം. വിശുദ്ധ കുർബാനയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഇന്ന് ഒരുങ്ങി നിങ്ങൾ എത്തിയിരിക്കുക. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു? വിശുദ്ധ കുർബാനയും സ്ഥൈര്യലേഖനവും സ്വീകരിക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരാണോ? യേശുവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്തു?
വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നിങ്ങൾക്ക് എന്ത് തരുന്നു? പിതാവായ ദൈവം സർവശക്തനാണെന്നും ആകാശത്തിന്റെയും ഭൂമിയുടെയും അതിലുള്ള സകല വസ്തുക്കളുടെയും അവിടുന്ന് സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്നു? യേശു പിതാവിന്റെ ഏകജാതനാണെന്നും നമ്മുടെ രക്ഷകനാണെന്നും നീ വിശ്വസിക്കുന്നു? യേശു പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു എന്ന് നീ വിശ്വസിക്കുന്നു? അവിടുന്ന് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചുവെന്നും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും നീ വിശ്വസിക്കുന്നു? സ്വർഗാരോപണം ചെയ്ത യേശു പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നുവെന്നും അന്ത്യവിധി നാളിൽ വരുവാനിരിക്കുന്ന വിധികർത്താവാണെന്നും നീ വിശ്വസിക്കുന്നു? കൃപകളും വരങ്ങളും ദാനങ്ങളും നൽകുന്ന പരിശുദ്ധാത്മാവിൽ നീ വിശ്വസിക്കുന്നുവോ? വിശുദ്ധ കത്തോലിക്കാ സഭയിലെ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെയും മോചനത്തിലും നീ വിശ്വസിക്കുന്നുവോ? നീ ആഗ്രഹിക്കുന്നുവോ? വിശുദ്ധ നിങ്ങളുടെ കുറവുകൾ പരിഹരിച്ച് അവിടുത്തെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നതിനും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനും നിങ്ങളെ ശക്തരാക്കട്ടെ. വിചാരങ്ങളോടുകൂടി അവർ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കരുതി നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങേ സ്തുതിക്കുകയും ചെയ്യട്ടെ. ക്രിസ്തുനാഥന്റെ വെളിച്ചം ജീവിതത്തിൽ സ്വീകരിക്കുവാനും വിശുദ്ധായിൽ നാം ഒന്നാകുന്നുവെന്ന് സൂചിപ്പിക്കുവാനും കാർമികൻ ദീപം തെളിയിക്കുന്നു. പാടിടുവിൻ സർവരുമൊന്നായി